ട്രാവൽ ടാഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ബീജാപ്പൂരിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ബീജാപ്പൂരിനടുത്തുള്ള ഇലകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇന്ന് യാത്രയുടെ 5-ാം ദിവസം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഇദഗി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, പ്രശസ്തമായ ക്ഷേത്രമാണത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. നമുക്ക് പോവാം. ഇദഗി മഹാദേവ ക്ഷേത്രം കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ ഇദഗിയിലാണ് ഈ ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിൽ പണിത മഹാദേവ ക്ഷേത്രമാണ് ASI ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ശിവക്ഷേത്രം. വെസ്റ്റേൺ ചാലൂക്യർ അഥവാ കല്യാണ ചാലൂക്യരുടെ കാലത്ത് തുംഗഭദ്രാ തീരത്ത് ഉടലെടുത്ത വസര ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ചാലൂക്യ രാജാവായിരുന്ന സോമേശ്വരനെ കൊന്ന് വിക്രമാദിത്യൻ 6-ാമൻ അധികാരത്തിൽ വന്നു. സോമേശ്വരൻ അങ്കേരിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തേക്കാൾ വലിയ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ തൻ്റെ മിലിറ്ററി ചീഫായിരുന്ന മഹാദേവനെ ചുമതലപ്പെടുത്തി. അതിനോടനുബന്ധിച്ച് അച്ഛനും അമ്മയ്ക്കുമായി 2 ചെറിയ ക്ഷേത്രങ്ങൾ കൂടി പണിതു. എംപറർ എമംഗ് ടെമ്പിൾസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോഴും പൂജകൾ നടക്കുന്നുണ്ട്. ഗ്രീൻ സ്റ്റെയിലൈറ്റ് സോപ്സ്റ്റോണിലാണ് ഇതിൻ്റെ നിർമ്മാണം. കുറേ ഭാഗങ്ങളൊക്കെ കേടുവന്നെങ്കിലും ASI അത് പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ധാരാളം തൂണുകൾ, അതിലെല്ലാം സൂക്ഷ്മമായ വളരെ കൃത്യമായ കൊത്തുപണികൾ, അതും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഡിസൈനുകൾ. തൂണുകളിലെ കൊത്തുപണികൾ ശ്രദ്ധിച്ചു. പല തൂണുകളും കടഞ്ഞെടുത്തതാണ്. സീലിങ്ങിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ വർക്കുകൾ, ചെറിയ ചെറിയ ഡിസൈനുകൾ. യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഇതൊക്കെ ചെയ്തിരുന്ന ഓർക്കണം. ശ്രീകോവിലിൻ്റെ മുൻവശം. ശിവപ്രതിഷ്ഠ. നന്ദിയുടെ ശില്പവും ഇവിടെ കാണാം.
ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച. കേടുവന്നെല്ലാം ഇവിടെ പുനർനിർമ്മാണ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പുറത്തു നിന്നുള്ള കാഴ്ച. വിശാലമായ കോമ്പൗണ്ട്. അവിടെ പല ക്ഷേത്രങ്ങളും ഉപമണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഇത് പിൻഭാഗത്തു നിന്നുള്ള കാഴ്ച. പിൻഭാഗത്തായി ക്ഷേത്രക്കുളം. ഇപ്പോൾ നവീകരണം പൂർത്തീകരിച്ചു. കുറേ ഭാഗങ്ങളെല്ലാം ഇപ്പോഴും പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ 5 ദിവസത്തെ ഉത്തര കർണാടക യാത്രയിലെ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി തൃശ്ശൂരിലേക്ക് മടക്കയാത്ര ആരംഭിക്കുകയാണ്. 5 ദിവസത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെയും തൃപ്തിയോടെയുമാണ് നമ്മുടെ സഹയാത്രികരെല്ലാം. ഇവിടെ നമ്മൾ തൃശ്ശൂർക്ക് മടങ്ങുകയാണ്. നാളെ പുലർച്ചെ, അതായത് 6-ാം ദിവസം രാവിലെ തൃശ്ശൂരിലെത്തും. ഇവിടുന്ന് ബാംഗ്ലൂർ, സേലം, കോയമ്പത്തൂർ വഴി തൃശ്ശൂർക്ക്. ഈ യാത്രയിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ ഈ ചാനൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.